മഹാരാഷ്ട്രയിലെ മന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടല്ലോ, കേരളത്തിൽ തീവ്രവാദികളാണ്, പാകിസ്ഥാനാണ്, ഇപ്പം മിനി പാകിസ്ഥാനാണ്. നേരത്തെ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞത് BJPയുടെ നേതാക്കന്മാരെ ഏറ്റുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ അന്ന് പറഞ്ഞത് എന്താ, സംഘപരിവാറിൻ്റെ അജണ്ടയാണ് കേരളത്തിലെ CPM പ്രചരിപ്പിക്കുന്നത്. ഡൽഹിയിൽ PR ഏജൻസി വഴി കൊടുത്ത വാർത്ത, ഹിന്ദു പത്രത്തിൽ കൊടുത്ത മുഖ്യമന്ത്രിയുടെ അഭിമുഖ സംഭാഷണം, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, വിജയരാഘവൻ്റെ പ്രസംഗം, അതിനെ CPM നേതാക്കൾ അതിനെ ഓൺ ചെയ്ത് സംസാരിച്ചത്, ഇതെല്ലാം കൂട്ടി വായിച്ചാൽ മതി. അത് തന്നെ BJP ദേശീയ നേതാക്കളും സംസ്ഥാനത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളം മിനി പാകിസ്ഥാനാണ്, ഇവിടെ മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള പ്രചരണം ഇപ്പോൾ നടത്തുന്നത് സംഘപരിവാറും CPM ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുക. നമസ്കാരം, പ്രൈം ടിവിയിലേക്ക് സ്വാഗതം. കേരളത്തെ മിനി പാകിസ്ഥാൻ എന്നുപമിച്ച് മഹാരാഷ്ട്ര മന്ത്രിയും BJP നേതാവുമായ നിതേഷ് റാണെ പ്രകടിപ്പിച്ചത് സംഘപരിവാറിന് കേരളത്തോടുള്ള സമീപനമോ? മഹാരാഷ്ട്ര മന്ത്രിയെ പുറത്താക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാക്കിൽ വിഷവും വിശദീകരണത്തിൽ പ്രകോപനവും ആവർത്തിക്കുന്ന നിതേഷ് റാണെ പക്ഷേ പിന്തുടരുന്നത് CPMന്റെ സമീപനമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. വിജയരാഘവൻ രാഹുലിന്റെയും പ്രിയങ്കയുടെയും ജയം മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെ എന്ന് പറഞ്ഞത് മഹാരാഷ്ട്ര BJP മന്ത്രി കടമെടുത്തു. ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. നിതേഷ് റാണയെയും വിജയരാഘവനെയും കോൺഗ്രസ് കൂട്ടിക്കെട്ടുന്നത് എന്തിനാണ്? വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന നിതേഷ് റാണയെ BJP തള്ളിപ്പറയുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മിനി പാകിസ്ഥാൻ ആരുടെ നാവ്? പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ്, വലതു നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, കോൺഗ്രസ് നേതാവ് ശ്രീ സേനാപതി വേണു, മാധ്യമപ്രവർത്തകൻ മുംബൈയിൽ നിന്ന് ശ്രീ സിബി സത്യൻ എന്നിവരാണ്. ആദ്യം ശ്രീ സേനാപതി വേണു, ഇവിടെ നിതേഷ് റാണെ എന്ന മഹാരാഷ്ട്ര BJP മന്ത്രി പ്രകടിപ്പിച്ചത് കേരളത്തെ അവഗണിക്കുന്ന നിന്ദ്യമായ അഭിപ്രായ പ്രകടനമാണ്. അപ്പോൾ അതിനെ അപലപിക്കാതെ വിജയരാഘവന്റെ വഴിയെയാണ് നിതേഷ് റാണ സഞ്ചരിക്കുന്നത്. അതായത് സംഘപരിവാറിന്റെ നാവായിട്ട് കേരളത്തിൽ എങ്ങനെയാണോ CPM പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ കേരളത്തെ അപമാനിക്കുകയാണ് വടക്കേ ഇന്ത്യയിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എന്നാണ് BJPയും. എങ്ങനെയാണ് ഇങ്ങനെയുള്ള കൂട്ടിക്കെട്ടൽ വരുന്നത്? ഇത് മഞ്ജുഷെ മുമ്പൊരു പഴയ മലയാള സിനിമയുടെ പേരിപ്പം ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അതിനകത്ത് തിലകനും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീനിവാസനുമാണ് സൈക്കിളിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ പുറകിലിരിക്കുന്ന ആള് മുമ്പിലിരിക്കുന്ന ആളോട് പറയുകയാണ്, എൻ്റെ ശബ്ദം ചേട്ടന്റെ ശബ്ദം തന്നെയാണല്ലോ എന്ന്. രണ്ടുപേരും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും എൻ്റെ ശബ്ദമാണല്ലോ ചേട്ടന്റെ ശബ്ദം എന്ന് പറയുന്നത് പോലെ ഇപ്പോ സമീപകാലത്ത് നമ്മൾ കേരളത്തിൽ കേൾക്കുന്ന രണ്ട് ശബ്ദങ്ങൾ ഒരേ രീതിയിലുള്ള ശബ്ദമാണ്, അല്ലെങ്കിൽ ഒരേ ഖണ്ഡത്തിൽ നിന്ന് പുറത്തു വരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ കേൾക്കുന്നത്. ഇവിടെ ഇന്ന് മഹാരാഷ്ട്രയിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സിബി സത്യൻ ഇവിടെയുണ്ട്. അദ്ദേഹം അവരെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പുരന്ദർ എന്ന് പറയുന്ന ഒരു താലൂക്ക് ആസ്ഥാനത്താണ് ഈ നിതേഷ് റാണയുടെ വിവാദപരമായിട്ടുള്ള ഈ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം BJPയുടെ നേതാവാണ്. ഈ നിതേഷ് റാണ ചെറിയ ആളല്ല. മഹാരാഷ്ട്രയുടെ മുൻ ഉപമുഖ്യമന്ത്രി നാരായണ റാണയുടെ മകനും, നാരായണ റാണ ഉപമുഖ്യമന്ത്രിയായിരുന്നു മഹാരാഷ്ട്രയിൽ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയുമായിട്ടിരുന്നയാളാണ്. അപ്പോൾ വളരെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ, രാഷ്ട്രീയത്തിൽ പുതിയതായിട്ട് വന്ന ആളുകളൊന്നുമല്ല, വളരെ പരമ്പരാഗതമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരച്ഛനും അച്ഛൻ്റെ മകനാണ് ഈ നിതേഷ് റാണ എന്ന് പറയുന്നയാള്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന? അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു, കേരളം മിനി പാകിസ്ഥാനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂടുതലായിട്ട് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഈ തീവ്രവാദ ശക്തികളുടെയും അല്ലെങ്കിൽ ഈ മിനി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ, തീവ്രവാദികളുടെ പിന്തുണയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് എന്നാണ്. ഞാൻ അതിനോടനുബന്ധമായി ശ്രീ നിതേഷ് റാണയോട് നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധി ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് വയനാട്ടിൽ നിന്ന് മാത്രമല്ല. വയനാട്ടിൽ അദ്ദേഹം 3,40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എങ്കിൽ അദ്ദേഹം യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഏതാണ്ട് 3,90,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്.
അപ്പോ അവിടെ എങ്ങനെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്നുകൂടി പറയാനുള്ള ഉത്തരവാദിത്വം നിതേഷ് റാണയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ആമുഖമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇപ്പൊ നമ്മുടെ വിഷയം അതല്ല. ഇത് നിരന്തരമായി ഇങ്ങനെ ഒരു ക്ലീഷ മാതിരി, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് ലഖ്നൌവിൽ നടത്തിയ ഒരു പ്രസംഗം, അതൊരു പക്ഷേ നമ്മളെല്ലാം അന്ന് പിന്നീട് ചർച്ച ചെയ്താണ്. ഉത്തർപ്രദേശ് കശ്മീർ പോലെയോ കേരളം പോലെയോ ആകാതിരിക്കുവാൻ നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യണമെന്നായിരുന്നു 2 വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിന്റെ ഒരു പ്രസംഗം. അതിനെയും കേരളത്തിൽ നിന്ന് വ്യാപകമായ രീതിയിൽ അപലപിച്ചിട്ടുള്ളതാണ്. ഇവിടെ 2 പ്രസ്താവനകൾ ഇപ്പോൾ ഒരേ രീതിയിൽ വരികയാണ്. അതായത് യോഗി ആദിത്യനാഥ് 2 കൊല്ലം മുമ്പ് പറഞ്ഞതും അതിനുശേഷം ഇപ്പോൾ ഈ നിതേഷ് റാണെ ഇപ്പോൾ പറഞ്ഞതും ഒരേ കാര്യം. ആ കാര്യം തന്നെയാണ് കേരളത്തിൽ CPMന്റെ പ്രമുഖരായ നേതാവ് അല്ലെങ്കിൽ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരും എന്താണ് പറഞ്ഞത്? അവരും പറഞ്ഞത് അതാണല്ലോ. വിജയരാഘവൻ CPMന്റെ എന്താ പറഞ്ഞ വയനാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്. തീവ്രവാദികളുടെ വോട്ട് നേടിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. പക്ഷെ അദ്ദേഹം ഒരിടത്തും അദ്ദേഹവുമായി കൂട്ടിക്കെട്ടുമ്പോൾ അദ്ദേഹം ഒരിടത്തും പാകിസ്ഥാൻ എന്ന പേരൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. മിനി പാകിസ്ഥാൻ എന്ന പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, മുസ്ലിം വർഗീയ ചേരിയുടെ സഹായം കിട്ടിയെന്നാണ്. അതിന് പിന്നീട് വിശദീകരണവും വന്നു. അങ്ങനെ ഉദ്ദേശിച്ചത് ആരെക്കുറിച്ചാണ് എന്ന്, ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ SDPIയെയുമാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് CPM അതിന് ഔദ്യോഗിക ഭാഷ്യവും നൽകിയിട്ടുണ്ട്. അത് പാർട്ടിയുടെ നിലപാടാണെന്ന് MV ഗോവിന്ദൻ പറയുകയും ചെയ്തിട്ടുണ്ട്. വിജയരാഘവനെ ഒരു പാർട്ടി നേതാവും തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ വിജയരാഘവൻ പറഞ്ഞതും CPM എടുത്ത ആ നിലപാടും അത് നിതേഷ് റാണെ പറഞ്ഞ മിനി പാകിസ്ഥാനാണ് കേരളം എന്ന് പറഞ്ഞതിനെയും കൂട്ടിക്കെട്ടുമ്പോൾ കോൺഗ്രസ് അവിടെ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവിടെ അല്ലല്ല, അത് നിങ്ങൾ ഈ അടുത്ത കാലത്തായി പ്രചരിപ്പിക്കുന്ന CJP ആണ്. അവിടെ CJP ആണ്, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നുള്ള കൂട്ടിക്കെട്ടലാണ് അവിടെ. അല്ല മഞ്ജുഷ എന്നെ ഒന്ന് പൂർത്തീകരിക്കാൻ അനുവദിക്കുക. അതായത് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചത് 2000-3000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലല്ല, അത് 4.25 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അപ്പൊ അത്രയും വലിയൊരു വിജയം സംഭാവന ചെയ്തെടുത്ത് തീവ്രവാദികളുടെയും വർഗീയവാദികളുടെയും വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്ന് CPMന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗം കേന്ദ്ര കമ്മിറ്റി അംഗം പറയുക എന്ന് പറഞ്ഞാൽ അത് എത്ര നിന്ദ്യമായ ഒരു പ്രസ്താവനയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ 1 മിനിറ്റ് കൊണ്ട് അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇവിടെ 2 കൂട്ടരുടെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ഇപ്പോ കേന്ദ്രത്തിലാണെങ്കിൽ BJP 2024 ജാനുവരി മാസം 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ നടത്തി അവിടെ അയോധ്യയിൽ അമ്പലം പണിതു. അതോടുകൂടി ഇന്ത്യയിൽ സർവസ്വവുമായി ഈ രാജ്യത്തെ ഹിന്ദുക്കൾ മുഴുവൻ തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. 450 സീറ്റ് നേടുമെന്ന് പറഞ്ഞവർ 240 അപ്പൊ എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിച്ച രീതിയിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ സംഘടിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞ രീതിയിൽ ഈ രാജ്യത്ത് വർഗീയത വളരുന്നില്ല എന്നവർക്ക് ബോധ്യമായി. അപ്പോ ഇനി വർഗീയതയെ കൂടുതൽ അയോധ്യയിൽ അമ്പലം പണിതുകൊണ്ടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയത് കൊണ്ടൊന്നും ഇന്ത്യയിലെ ഹിന്ദുക്കൾ അവരുടെ പിന്നിൽ അണിനിരക്കുന്നില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ ഹിന്ദുക്കളെ അണിനിരത്തണമെങ്കിൽ ഇനിയുള്ള ഏക മാർഗം എന്ന് പറയുന്നത് വർഗീയമായി ആളുകളെ വീണ്ടും ചേരിതിരിക്കുക എന്നുള്ളതാണ്. അവരുടെ ഉദ്ദേശം അതാകുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഉദ്ദേശം എന്താ? 2 തെരഞ്ഞെടുപ്പ് ഭംഗിയായി 2 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഭംഗിയായി ന്യൂനപക്ഷങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് 2016-ലെയും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ട് നല്ല ഭംഗിയായി അവർ കേരളത്തിൽ അധികാരത്തിൽ വന്നു. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും CPMന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ഇനി ന്യൂനപക്ഷ വർഗീയതയുമായിട്ട് കേരളത്തിൽ പോയാൽ ആലപ്പുഴയിലും ആറ്റിങ്ങലും അതുപോലെ തെക്കൻ കേരളത്തിൽ CPMന്റെ സ്ഥാനാർത്ഥികൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ടുകളുടെ ഒരു ചോർച്ച അത് CPMനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. അപ്പൊ CPM അതൊക്കെയുണ്ട് പാർട്ടിയുടെ ആ നയത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് ശരിയാണ്. അത് മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം അതുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല എന്ന കാര്യം അത് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ മിനി പാകിസ്ഥാൻ എന്ന് പറയുകയോ അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആകെ തീവ്രവാദികളാണ് എന്ന രീതിയിൽ CPM അങ്ങനെ ഒരു സംസാരം നടത്തിയിട്ടില്ല. അങ്ങനെ CPMന്റെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല. പക്ഷേ നിതേഷ് റാണ പറഞ്ഞത് അതാണല്ലോ, കേരളം മിനി പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ കേരളത്തെ അടച്ചാക്ഷേപിക്കലാണ്. നിതേഷ് റാണ പറഞ്ഞത് കേരളം മിനി പാകിസ്ഥാനാണ്, ഇവിടെ നടക്കുന്നത് എന്താ പറഞ്ഞ പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന പോലുള്ള പീഡനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിനുശേഷം പറഞ്ഞത്, അതിനോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയല്ലേ,
പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ വയനാട്ടിൽ ജയിക്കുന്നത് ഈ തീവ്രവാദ ശക്തികളുടെയും രാജ്യവിരുദ്ധ ശക്തികളുടെയും വോട്ടുകൾ കൊണ്ടാണ്. അത് തന്നെയാണ് വിജയരാഘവനും പറഞ്ഞിരിക്കുന്നത്. അതേ വാക്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മിനി പാകിസ്ഥാൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും അതിന്റെ കണ്ടന്റ് ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഇവരുടെ രണ്ടുപേരുടെയും ശ്രീ ഷാബു പ്രസാദ്, ഈ നിതേഷ് റാണ എന്ന മഹാരാഷ്ട്ര മന്ത്രി, അദ്ദേഹം ഇതിനു മുൻപും ഇതേ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ യോഗങ്ങളിൽ ഈ പ്രകോപനമുണ്ടാക്കുന്ന പരാമർശങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുവാനായിട്ട് പോലീസിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതുമാണ് ഇതിനു മുൻപ്. ഇപ്പോൾ അദ്ദേഹം നടത്തിയ പരാമർശം കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് ഉപമിക്കുകയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചു വരുന്നത് മുസ്ലിം തീവ്രവാദ വോട്ടുകൾ കൊണ്ടാണെന്ന് പറയുകയും ചെയ്തത് തള്ളിപ്പറയേണ്ടതല്ലേ നിതേഷ് റാണയെ ബി.ജെ.പിയും? മഞ്ജുഷേ, ഹലോ, കേൾക്കാവോ? കേൾക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഹലോ, കേൾക്കാം. മഞ്ജുഷ, ഇവിടെ ഈ മിനി പാകിസ്ഥാൻ എന്ന് ഓക്കെ ഈ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ചതാണ് ഇത്ര വലിയ അപമാനം എന്നാണല്ലോ മഞ്ജുഷം ഇവരെല്ലാവരും പറയുന്നത്, അല്ലേ? കേരളത്തിലെ അല്ലേ? അതെ. അപ്പം ഞാൻ ഇപ്പം മഞ്ജുഷിന് ഒരു രണ്ട് ഫോട്ടോ ഞാൻ ഇപ്പം മഞ്ജുഷിന് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ളൊരു സ്ഥലമാണ്. ഒരു ബോർഡുണ്ട്, ന്യൂ ഹാർഡ്വെയർ മാർജിൻ ഫ്രീ കമ്പിക്കട പാകിസ്ഥാൻ മുക്ക്. തിരുവനന്തപുരത്തുള്ളൊരു സ്ഥലമാണ്. പിന്നെ അവിടെ തന്നെ ഒരു സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബോർഡ്, അതും പാകിസ്ഥാൻ മുക്കാണ്. മിത്രമല PO പാകിസ്ഥാൻ മുക്ക്. നിങ്ങൾക്ക് എന്താ ഈ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നതിൻ്റെ അകത്ത് ഇത്ര വലിയ പ്രശ്നം? കേരളത്തിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് സാർ. കേരളത്തിലെ ഒരു സ്ഥലത്തിന് ഇന്ത്യയിൽ എവിടെയെങ്കിലും, ഈ രാജ്യത്ത് എവിടെയെങ്കിലും പാകിസ്ഥാൻ എന്ന് പേരുള്ള ഒരു സ്ഥലമുള്ള ഇതുണ്ടോ ഈ കേരളത്തിലല്ലാതെ? അപ്പം നിങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് ഇവിടെ മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുമ്പോൾ എന്താ ഇത്ര വലിയ അപമാനം? ആദ്യം ഈ കേരളത്തിലെ പാകിസ്ഥാൻ മുക്ക് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരും കൊണ്ട് നിർത്തണം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നാണക്കേടൊന്നുമില്ല അല്ലേ? ഈ കേരളത്തിൽ പാകിസ്ഥാൻ മുക്ക് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അങ്ങനെ എവിടെല്ലാം ഉണ്ട്. അപ്പോൾ എന്താ ഇതിൻ്റെ അകത്ത് ഇത്ര വലിയ അപമാനം? എന്താ നിങ്ങളുടെ പ്രശ്നം? പിന്നെ അതൊന്ന്, ഇനി അത് അപമാനമാണെന്നിരിക്കട്ടെ, ഇവിടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പറ്റി ഈ കോൺഗ്രസ്സുകാർ, ഇത് ഈ പറഞ്ഞ നികേഷ് റാണ അവിടുത്തെ ഒരു ടോപ്പ് ലെയർ ലീഡർഷിപ്പുള്ള ആളൊന്നുമല്ല. ഇവിടെ ഈ കഴിഞ്ഞത് ഓരോ ദിവസവും ഇവിടെ ഇപ്പം സേനാപതി വേണു ഈ കൂട്ടത്തിലെ വളരെ മാന്യനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം അങ്ങനെയുള്ള മോശം പദങ്ങൾ പൊതുവെ ഉപയോഗിക്കാറില്ല. എനിക്ക് അദ്ദേഹത്തെ ഈ കോൺഗ്രസിൻ്റെ ഈ കൂട്ടത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഒരു സംവാദകനാണ് അദ്ദേഹം. അല്ലാത്ത കുറേ എണ്ണം ഉണ്ടല്ലോ. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മറ്റേ മഹാരാഷ്ട്ര, ഇതൊക്കെ കാട്ടാള ഭരണമാണ്, കാട്ടാളന്മാരാണ് ഭരിക്കുന്നത്, കാട്ടുനീതിയാണ് അവിടെ നടക്കുന്നത്. ഇതൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വാദോരാതെ പറയാം. എന്തേ അവിടെയുള്ള സംസ്ഥാനത്തിലെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള BJPക്കാർക്ക് എന്താ ഇതൊന്നും തിരിച്ചു പറയാൻ പാടില്ലേ? മലയാളിക്ക്, കേരളത്തിലെ നേതാക്കന്മാർക്ക് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പറ്റിയും BJP നേതാക്കളെ പറ്റിയും രക്തദാഹി എന്ന് വിളിക്കാം, മരണത്തിൻ്റെ വ്യാപാരി എന്ന് വിളിക്കാം, ക്രിമിനൽ എന്ന് വിളിക്കാം, കാട്ടുഭരണം എന്ന് വിളിക്കാം, കാട്ടുനീതി എന്ന് വിളിക്കാം. ഇതെന്താ തിരിച്ചു കിട്ടുമ്പോൾ എന്താ ഇത്ര വലിയ? ഇതൊരു വൺ വേ ട്രാഫിക് അല്ല സാർ. ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ടും കിട്ടും. എന്തായാലും ഞാൻ ഇങ്ങനത്തെ ഇതുപോലുള്ള പ്രയോഗങ്ങളെ, അതാര് പറഞ്ഞാലും അതിനെ പേഴ്സണലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. എനിക്കങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല. ഇന്ത്യയിലെ ഒരു സ്ഥലവും പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ പേര് ഔദ്യോഗികമായിട്ട് പാകിസ്ഥാൻ എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഈ ഒരു വശം മാത്രം കാണുമ്പം നിങ്ങൾക്ക് ഇവിടെ നരേന്ദ്രമോദിയെ മരണത്തിൻ്റെ വ്യാപാരി എന്ന് വിളിച്ചത് കോൺഗ്രസിൻ്റെ ഒരു ലോക്കൽ നേതാവൊന്നുമല്ല, ആണോ? ഇവരുടെ ഏറ്റവും പരമോന്നത നേതാവായ മദാമയാണ് വിളിച്ചത്. ഇവിടെ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒക്കെ കാട്ടുനീതിയാണ് നടക്കുന്നത്, ഡ്രാക്കോണിയൻ റൂളാണ് അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ് ഈ നാട് നീളെ പറഞ്ഞ് നടക്കുന്നത് ഇവരുടെ രാജീവ് ഗാന്ധിയാണ് പറഞ്ഞു നടക്കുന്നത്. തിരിച്ചും കിട്ടും സാർ. തിരിച്ചു കിട്ടുമ്പം അത് അപ്പം കിടന്ന് കയ്യും കാലും തല്ലുന്നേ കൊല്ലുന്നതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.
ഈ നാക്കിനെല്ലില്ലെങ്കിൽ, നാക്കിനെല്ലില്ലാത്തവർ അവിടെ മാത്രമല്ല എല്ലായിടവും ഉണ്ട്. അവരുടെ പരമോന്നത നേതൃത്വമാണ് ഈ രീതി വിശേഷിപ്പിക്കുന്നത്. മഹാരാഷ്ട്ര തോറ്റു തുന്നം പാടി കഴിഞ്ഞപ്പം എന്താ ഇവർ ഇപ്പോഴും പറയുന്നത്? അന്തസ്സായിട്ട് ജനാധിപത്യം തോറ്റു എന്ന് അംഗീകരിക്കണമെന്ന്. തോൽവി അംഗീകരിക്കണം. ജനാധിപത്യത്തിലൊക്കെ അങ്ങനെയാണ്. ഒരു മത്സരത്തിൽ ഒരാൾക്ക് ജയിക്കാൻ കഴിയുള്ളൂ. ഇക്കണ്ട കാലം മുഴുവനും BJP ഇവിടെ തോറ്റിട്ടേ ഉള്ളൂ. BJP തുടർച്ചയായിട്ട് ജയിക്കാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ്. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ഭരിക്കുന്ന സമയത്ത് അറിഞ്ഞില്ല, ഇഷ്ടം പോലെ തോന്നുന്നുണ്ട്. എന്നെങ്കിലും BJPയോ സംഘപരിവാറോ ഇവിടെ നടക്കുന്ന ഭരണഘടനാ സിസ്റ്റങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ തോറ്റത് ഇവര് ഇലക്ഷൻ അട്ടിമറിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അന്ന് ഇലക്ഷൻ അട്ടിമറി സ്ഥിരമായിരുന്നു ഇവിടെ. ശരി, ശ്രീ ഷാബു പ്രസാദ്, താങ്കൾക്ക് പോലും പക്ഷേ നിതേഷ് റാണയുടെ ഈ വാക്കുകൾ താങ്കൾക്ക് പോലും വ്യക്തിപരമായിട്ട് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതായത് ഇതൊരു വർഗീയ പരാമർശമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രകോപനം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു പരാമർശം കൂടിയാണല്ലോ ഇത്. അപ്പോൾ ഒഴിവാക്കേണ്ട പരാമർശമായിരുന്നു അത്. കാര്യത്തിൽ സംശയമില്ലല്ലോ. അത്രേ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും പറയുന്നുള്ളൂ, മുഖ്യമന്ത്രിയും പറയുന്നുള്ളൂ. ഇത് ശരിയായില്ല എന്ന്. കാരണം കേരളത്തെ ചൂണ്ടിക്കാട്ടി ഇവിടെ മിനി പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള മുഴുവൻ ആളുകളും മുഴുവൻ ആളുകളെയും ആ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്നാണ്. അല്ല, എന്തായാലും ഈ പാകിസ്ഥാൻ മുക്കെന്നുള്ള സ്ഥലമോ എന്താണെന്ന് ഇത്ര നാണക്കേട്? ഇവിടെ പാകിസ്ഥാൻ മുക്കെന്ന ഔദ്യോഗിക പേരാണ് സാർ. അതിൻ്റെ അകത്ത് പ്രശ്നമൊന്നുമില്ലേ? ശരി, ശ്രീ സേനാപതി വേണു, പാകിസ്ഥാൻ മുക്ക് എന്നുള്ള പേര് മാറ്റിയാൽ, അല്ല, പാകിസ്ഥാൻ മുക്ക് എന്നുള്ള പേര് മാറ്റിയാൽ ഈ പ്രസ്താവനയും തള്ളിപ്പറയുന്ന രീതിയിലാക്കാം എന്നാണ് ഷാബുവിന്റെ നിലപാട്. താങ്കളുടെ മറുപടി? അല്ല, ഈ ഷാബു പ്രസാദിന് അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഇവർക്കൊരു നാണക്കേട്. താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പാകിസ്ഥാൻ മുക്ക് എന്നുള്ള ഏതോ ഒരു ലോക്കൽ സ്ഥലത്തിന്റെ പേര്. ഞാൻ പറഞ്ഞേ, ഇവിടെ കേരളത്തിലെ ഒരു സ്ഥലത്തിന് അല്ല, അതെ, ഈ കേരളത്തിലെ ഒരു സ്ഥലത്തിന് പാകിസ്ഥാൻ എന്ന് പേരുണ്ട്. അതിൻ്റെ അകത്ത് ഇവർക്ക് നാണക്കേടുണ്ടോ ഇല്ലയോ? ശരി, ഉണ്ടോ? നാണക്കേടുണ്ടോ സേനാപതി വേണു? മഹാരാഷ്ട്രയിലെ ഒരു ലോക്കൽ നേതാവ് കേരളത്തിനെ മിനി പാകിസ്ഥാൻ അല്ല, ഈ ഷാബു പ്രസാദിന് അറിയാവുന്നറിയില്ല, കർണാടക ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ഒരു കേസിന്റെ വിധി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വിധിയിൽ ഇങ്ങനെ മിനി പാകിസ്ഥാൻ എന്നൊരു പരാമർശം അതിൻ്റെ അകത്ത് നടത്തി, വിധി പകർപ്പിനകത്ത്. അത് ആ വിധി പകർപ്പ് സുപ്രീം കോടതി വിളിച്ചു വരുത്തുകയും ഇന്ത്യയുടെ ഒരു ഭാഗത്തെയും അങ്ങനെ ഒരു പദം കൊണ്ട് വിശേഷിപ്പിക്കരുത് എന്ന് കർശനമായ നിർദ്ദേശം സുപ്രീം കോടതി കൊടുത്തത് വളരെ അടുത്ത കാലത്താണ്. നമ്മൾ ഈ വാർത്തയിലൊക്കെ മഞ്ജുഷിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും. ഇവിടെ മോഹൻ വർഗീസ് സാർ അവരൊക്കെ ഇരിക്കുന്നു, അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ എന്ത് അർത്ഥത്തിൽ ഇപ്പൊ ഏതെങ്കിലും കവലയുടെ പേര് പാകിസ്ഥാൻ മുക്കുന്നോ അല്ലെ ബംഗ്ലാദേശ്, ഞങ്ങളുടെ നാട്ടിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഇവിടെ ഈ കമ്പമെട്ടിനടുത്ത് ബംഗ്ലാദേശ് മുക്കുന്നോ അല്ലെ ബംഗ്ലാദേശ് കോളനി എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കവലയുടെ ഒക്കെ പേരൊക്കെ ആരെങ്കിലും വിളിച്ച്, കോഴിക്കോട്ട് ബംഗ്ലാദേശ് കോളനി ഉണ്ട്. ഉണ്ട്, അതെ. അപ്പൊ അങ്ങനെയൊക്കെ വിളിച്ചൊക്കെ പറഞ്ഞ് കൗതുകത്തിൽ വിളിച്ചതായിരിക്കും ചിലപ്പോൾ. ഔദ്യോഗിക പേരാണ് സാർ, ഔദ്യോഗികമായ പേരാണ്. അല്ല, ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ സേനാപതി വേണു, ഒരു ബാങ്കിന്റെ ബോർഡിൽ ആ പേര് വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഔദ്യോഗിക നാമമാണ്. ഒരു ബാങ്കിന്റെ ബോർഡില് ആ പേര് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ വിളിക്കുന്നതല്ല, അത് ഔദ്യോഗികമാണ്. ഞാൻ വീണ്ടും അങ്ങയോട് വളരെ എന്താ പറഞ്ഞേ, അങ്ങയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ മഹാരാഷ്ട്രയിലെ അവിടുത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഈ നിതേഷ് റാണ എന്ന് പറയുന്നയാള് അങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ പേര് പാകിസ്ഥാൻ മുക്ക് എന്ന് ഉണ്ട് എന്ന അർത്ഥത്തിലാണോ അദ്ദേഹം ഈ മഹാരാഷ്ട്രയിലെ പുരന്ദർ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ BJPയുടെ ഒരു വലിയ റാലിയിൽ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണോ അദ്ദേഹം പ്രസംഗിച്ചത്? അല്ലല്ലോ, അദ്ദേഹം പറഞ്ഞത് മറ്റു ചില ഉദ്ദേശം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. പക്ഷേ കേരളത്തിൽ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഷാബു പ്രസാദ് ഇഷ്ടമില്ലാത്ത ആളുകളോട് പാകിസ്ഥാനിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറയുന്നതും BJP അങ്ങനെയല്ല. മഞ്ജുഷേ, ഞാൻ ന്യായീകരിക്കുകയല്ല. ഞാൻ പറയുന്നത് എന്താണ്, കേരളത്തിലെ ഒരു സ്ഥലത്തിന് പാകിസ്ഥാൻ മുക്ക് എന്ന ഔദ്യോഗികമായ പേരുള്ളപ്പം ആ പേരിൻ്റെ അകത്ത് ഇവർക്ക് നാണക്കേടുണ്ടോ ഇല്ലയോ, അത്ര മാത്രം എനിക്കറിഞ്ഞാൽ മതി.
അതിന്റെ അകത്ത് നാണക്കേട് ഞാൻ- ഇല്ലെങ്കിൽ അല്ല, ഞാൻ- അവിടുത്തെ ഞാൻ തിരിച്ച് മന്ത്രി പറഞ്ഞതിന്റെ അകത്ത് ഇവർക്ക് നാണക്കേട് തോന്നേണ്ട കാര്യമില്ല. അല്ല, മന്ത്രി പറഞ്ഞതിന്റെ അകത്ത് നിങ്ങൾക്ക് ഇതിന്റെ നാണക്കേടല്ല. അകത്ത് നാണക്കേടുണ്ടോ മന്ത്രി പറഞ്ഞത് നമ്മളെ മഹാരാഷ്ട്ര അവിടെ മന്ത്രി നിൽക്കട്ടെ. പറഞ്ഞത് ദേശവിരുദ്ധമായ ഒരു രാജ്യത്തിന്റെ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത മന്ത്രി പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നാൽ ഇത് ദേശവിരുദ്ധമാണോ? എന്നാൽ കേരളത്തിൽ ഒരു സ്ഥലത്തിന്റെ പേര് ഔദ്യോഗികമായിട്ട് പാകിസ്ഥാൻ എന്നുള്ളത് ദേശവിരുദ്ധമാണോ അല്ലയോ? അല്ല, ഇപ്പൊ അതല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. കേരളത്തിലുള്ള ഒരു സ്ഥലത്തിന്റെ പേര് പാകിസ്ഥാൻ മുക്ക് എന്നായതാണോ നമ്മുടെ ചർച്ചാ വിഷയം? അല്ലല്ല, അതും ചർച്ചയാണല്ലോ. പാകിസ്ഥാൻ ആണല്ലോ ഒരു പ്രദേശത്തിന് പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നതാണല്ലോ ഇവിടുത്തെ ചർച്ച. അത് തന്നെയാണ് ചർച്ച. ഈ കേരളത്തിലെ ഒരു സ്ഥലത്തിന് ഔദ്യോഗികമായി പാകിസ്ഥാൻ എന്ന് പേരുള്ളത് ദേശവിരുദ്ധമാണോ നിയമവിരുദ്ധമാണോ നാണക്കേടാണോ അല്ലയോ? യെസ് ഓർ നോ? അത് പറഞ്ഞാൽ മതി നിങ്ങൾ. കേരളത്തിലെ ജനങ്ങൾ മിനി പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളെങ്കിലും ഇന്ത്യയിൽ താമസിക്കാൻ അർഹരല്ല, അവർ പാകിസ്ഥാനിലേക്കാണ്, പാകിസ്ഥാനിൽ താമസിക്കാൻ മാത്രം അർഹരാണ്, അതുകൊണ്ട് മിനി പാകിസ്ഥാൻ എന്ന് പേരിട്ട് വിളിക്കണം, അതല്ലേ അദ്ദേഹം ഉദ്ദേശിച്ചത്? അപ്പോൾ അതിൽ നാണക്കേട് തോന്നേണ്ടത് ആർക്കാണ്? ഉദ്ദേശം എന്താണ് നമ്മുടെ മുമ്പിലുള്ള ഫാക്ടിനെ പറ്റി സംസാരിക്കും. ഫാക്ട് തന്നെയാണ് പറഞ്ഞത്. മിനി പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നു നമ്മുടെ കൺമുമ്പിൽ മഞ്ജുഷേ അവിടെ പാകിസ്ഥാൻ ന്യായമായിട്ടില്ല തോന്നില്ല. പാകിസ്ഥാൻ എന്നുള്ള ലോക്കൽ പ്രദേശമുള്ളത് അതൊരു ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മിനി പാകിസ്ഥാനും നമ്മുടെ കൺമുമ്പിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. അല്ല ശരി 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 ശ്രീ മഞ്ജുഷ്, ഇവിടെ പാകിസ്ഥാൻ എന്നത് അവസരത്തിലും അനവസരത്തിലും ഉപയോഗിക്കുന്ന ഒരു പേരായി മാറിയിരിക്കുന്നു നമ്മുടെ പൊതുപ്രവർത്തകർക്ക്. ഇവിടെ ഏതർത്ഥത്തിലാണ് നിതീഷ് റാണ ഈ ഒരു പേരുപയോഗിച്ചത് എന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം അത് ചെയ്യരുതായിരുന്നു. രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിരിക്കുന്ന മഹാരാഷ്ട്രയുടെ തുറമുഖ ഫിഷറീസ് വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം. അത് ഒരു പരിധിവരെ അദ്ദേഹത്തിന് ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സത്യപ്രതിജ്ഞാ ലംഘനമാകാതിരിക്കാൻ ഇന്ത്യയുടെ ഒരു ഫെഡറൽ ബഹുമാനം, ഇതര സംസ്ഥാനങ്ങളോട്, അവിടുത്തെ ജനതകളോട്, മതങ്ങളോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി മിതത്വം പാലിക്കാമായിരുന്നു. അതുണ്ടായില്ല. അത് തീർച്ചയായും അപലപനീയമായ കാര്യമാണ്. പക്ഷേ അത് BJP മൊത്തം നിലപാടാണ്, അല്ലെങ്കിൽ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ നിലപാടാണ് എന്ന് പറയുന്നതും അതിനെ ഓവർ സിംപ്ലിഫൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കാം. ലക്ഷക്കണക്കിന് നേതാക്കളുള്ള പാർട്ടിയാണ് BJPയും കോൺഗ്രസും ഒക്കെ. അവിടെ എല്ലാം ഓരോ വ്യക്തിയും പറയുന്ന ഓഫ് ദി റെക്കോർഡായിരിക്കാം, ചിലപ്പോൾ ബൈക്കിന് മുമ്പിലായിരിക്കാം, പല അവസരങ്ങളിലായിരിക്കാം പറയുന്നതിനെല്ലാം ഉത്തരവാദിത്വം പാർട്ടിക്ക് എടുക്കണോ എന്നത് മറ്റൊരു ചോദ്യമാണ്. എങ്കിലും ന്യായമായ ഒരു സഭ്യമായ ഒരു വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നും പൊളിറ്റിക്കലി കറക്റ്റ് വാക്കുകൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മോസ്കോ ബുക്കെന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഞാൻ ഈ പാകിസ്ഥാൻ ബുക്ക് എന്നുള്ള പേര് ഇതൊക്കെ ഒരു വ്യക്തികൾ പറഞ്ഞു പിന്നെ പഴകുന്ന പേരാണ്. എൻ്റെ മാതൃജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയാണ്. അവിടെ കോഴഞ്ചേരിയുടെ ഒരു 2 കിലോമീറ്റർ കിഴക്ക് മാറി മോസ്കോ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്, മോസ്കോ ബുക്ക്. അവിടെ ഒരു റഷ്യക്കാരനും എൻ്റെ അറിവിൽ അവിടെ റഷ്യയിൽ പോയിട്ടുള്ളവർ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് മോസ്കോ മുക്ക് എന്ന് വന്നു എന്നെനിക്കറിയില്ല. അതുപോലെ ഫിലഡൽഫിയ എന്നത് അവിടെ വീണ്ടും ഒരു 4 കിലോമീറ്റർ മാറി ഫിലഡൽഫിയ എന്നൊരു മുക്കുണ്ട്. അത് ഒരു പക്ഷേ അമേരിക്കയിൽ പോയിട്ടുള്ള ആരെങ്കിലും വന്നതുകൊണ്ടായിരിക്കും, മറ്റേതെങ്കിലും കാരണത്താലായിരിക്കും. ഒരു പേരിന് പുറകെ നമ്മൾ പോയാൽ ഒരുപാട് രാജ്യങ്ങളുടെ പേരുകൾ ഒരു പക്ഷേ കേരളത്തിലുണ്ടാവും. പല ചെറിയ സ്ഥലങ്ങളിൽ ചില കടകൾക്ക് പേരിട്ടിട്ടുണ്ടാവും. കറാച്ചി ബേക്കറി ഉണ്ട് ഹൈദരാബാദിൽ, ഞാനവിടെ പോയിട്ടുണ്ട്. അവിടെ പക്ഷേ നിതേഷാണ് ഉദ്ദേശിച്ചത് ഇതൊന്നുമല്ല. കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുകയായിരുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശ്രീ മഞ്ജുഷ്, ഇവിടെ നിതീഷ് റാണ എന്ന് പറയുന്നത് അവസാനത്തെ കേരളത്തെക്കുറിച്ച് പറയുന്ന അവസാനത്തെ BJP നേതാവല്ല, ആദ്യത്തെ ആളുമല്ല. ഇത് ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നീ കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം വോട്ട് നേടിയാണ് വിജയിച്ചത് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഉപമകളും വാക്കുകളും ആ വാക്കുകളാണ് വിവാദത്തിലെത്തിയത്. ഇവിടെ വയനാടിൻ്റെ ഇനി സത്യാവസ്ഥയിലേക്ക് വരിക. ഇനി നമ്പേഴ്സ്, ഈ പറയുന്നത് ശരിയാണോ നോക്കുക. നമ്പേഴ്സ് നോക്കുക. ഒരു 10 ലക്ഷത്തോളം വോട്ടർമാരാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. അതിൽ ഈ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നത് 4,13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. അതിനർത്ഥം എന്താണ്? എക്രോസ് ദ ഫ്രോണ്ടിയർ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ലഭിച്ചു
ഇത് പറയുന്നത് എല്ലാ മുസ്ലിങ്ങളും വോട്ട് ചെയ്താൽ പോലും അത് തികയില്ല. 45% മുസ്ലിങ്ങളാണ് വയനാടിലുള്ളത്, വയനാട് മണ്ഡലത്തിലുള്ളത്. 42% ഹിന്ദുക്കളാണ്, 17% ക്രിസ്ത്യാനികളാണ്. ഇതാണ് വയനാട് മണ്ഡലത്തിൻ്റെ ഒരു ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ. അങ്ങനെ വരുമ്പോൾ ഒരു സമുദായത്തെ മുഴുവനായി തീവ്ര വിഭാഗക്കാരാണ് എന്ന് പറയുന്നതിനോടും നമുക്ക് യോജിക്കാനാവില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ തീവ്രവാദിയുടെ വോട്ട്, ഇപ്പോൾ തീവ്ര വികാരമുള്ളയാളുടെ വോട്ട് തന്നെയല്ലേ? ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് വോട്ട് രേഖപ്പെടുത്താൻ ഒരു പൗരന് അവകാശമുണ്ട്. പ്രായപൂർത്തി വോട്ടവകാശമുള്ള രാജ്യത്തെ ഒരു പൗരന് അവകാശമുണ്ട്. അത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ തിരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, തീവ്ര നിലപാടുകൾ തിരിച്ച് അളക്കാൻ ഇവിടെ ഘടനാപരമായ ഒരു സംവിധാനവുമില്ല. അതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ ഒരു ജനതയെ ആകെ, ഒരു മണ്ഡലത്തിലെ ഒരു വിഭാഗത്തെ, മതത്തെ മാത്രമല്ല, ഒരു മണ്ഡലത്തെ മാത്രമല്ല, അവിടുത്തെ വോട്ടർമാരെ മാത്രമല്ല, ഒരു സംസ്ഥാനത്തെ ആകമാനം ഒരു പക്ഷേ മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നു എങ്കിൽ ഖേദകരമാണ്. അതൊരു ഫെഡറൽ അമിറ്റിക്ക് നല്ലതല്ല എന്നതാണ് പൊതുവെയുള്ള നിരീക്ഷണം. ഇനി നോക്കൂ, ഈ നിതീഷ് റാണ എന്ന് പറയുന്നത് ആദ്യത്തെയും അവസാനത്തെയും നേതാവല്ല എന്ന് പറയാൻ കാരണം നമ്മുടെ പ്രഗത്ഭനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, ഭംഗ്യാന്തരേണ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ കർണാടകത്തിലെ ഒരു സംസാരത്തിൽ. അത് കേരളത്തെക്കുറിച്ച് എടുത്തൊന്നും പറയുന്നില്ല. കേരളം പോലെ ആകരുത്, ഇനി കേരളത്തെക്കുറിച്ച് ഞാനൊന്നും പറയണ്ടല്ലോ എന്ന് പറയുന്നതും പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു യാഥാർത്ഥ്യം BJP കാണുന്ന, അല്ലെങ്കിൽ അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി കാണുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഭംഗ്യാന്തരേണ സൂചിപ്പിക്കുകയാണ്. റെസ്പോൺസിബിൾ പൊസിഷനിലിരിക്കുന്ന ആളാണ്. അതുപോലെ യോഗി ആദിത്യനാഥ് ഭംഗ്യാന്തരേണ പറഞ്ഞു വെച്ചു, ബംഗാൾ, പശ്ചിമ ബംഗാൾ, കാശ്മീർ എന്നിവിടങ്ങളിലൊക്കെ പോലെ, അതിനോടൊപ്പം ബ്രാക്കറ്റ് ചെയ്ത് പറയുകയാണ് കേരളം. അങ്ങനെ നിങ്ങൾ അബദ്ധമൊന്നും കാണിക്കരുത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പേ ഉത്തർപ്രദേശിലെ സമ്മതിദായകരോട് പറയുകയാണ്, നിങ്ങൾ ചിന്തിച്ചുറപ്പിച്ച് വോട്ട് ചെയ്യൂ. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലേതുപോലെ ആകരുത് ഇവിടെ. അതുകൊണ്ട് BJPക്ക് ഭരണം ലഭിച്ചുവെങ്കിൽ മാത്രമേ ഉത്തർപ്രദേശിന് തനിമ നിലനിർത്താൻ കഴിയൂ. അതിനർത്ഥം ബംഗാളിനും ജമ്മു ആൻഡ് കാശ്മീരിനും കേരളത്തിനും അതിൻ്റെ തനിമ നിലനിർത്താൻ കഴിയുന്നില്ല ചില പ്രത്യേക കാരണങ്ങളാൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെ വിദ്വേഷ പ്രസംഗം എന്ന നിലയിലോ വീൺവാക്ക് എന്ന നിലയിലോ ഒക്കെ കാണാവുന്നതാണ്. ഇവിടെ വിജയരാഘവൻ്റെ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞ ഒരു കാര്യവുമായി ചേർത്ത് വായിക്കാനായി വ്യഗ്രതപ്പെടുന്ന VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളുമായിട്ടാണ് ഇൻട്രോയിൽ ഇത് ഓപ്പൺ ചെയ്യുന്നത്, നമ്മുടെ ഈ ഡിബേറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ ഒരു സാധ്യത കോൺഗ്രസ് കാണുന്നു. ഇതെല്ലാം ചിന്തിച്ചുറപ്പിച്ച കാര്യമൊന്നുമില്ല. BJPയും CPMും തമ്മിൽ ബന്ധമുള്ളത് കൊണ്ടൊന്നുമല്ല ഇത് ചെയ്യുന്നത്. അത് ഏത് പച്ച മലയാളികൾക്കായ ആർക്കും അത് മനസ്സിലാകുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് രണ്ടും പറയുന്നത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആക്രമിക്കാനുള്ള ഒരു വഴി എന്ന നിലയിൽ ഈ രണ്ട് പ്രസ്താവനകളും കൺവെർജ് ചെയ്തു. പ്രിയങ്ക ഗാന്ധിയുടെ റാലിയുടെ മുമ്പിലും പിന്നിലും ഉള്ളത് ഇസ്ലാമിക റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ്, അത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഇസ്ലാമിക വിഭാഗങ്ങളാണ് എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ രണ്ട് വാദഗതികളും ഏതാണ്ട് കൺവെർജ് ചെയ്യുന്നു. പക്ഷെ അവർ തമ്മിലൊരു ധാരണയുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഒന്നും തന്നെ കോൺഗ്രസിന് ആരോപിക്കാം, കാരണം അവരുടെ രാഷ്ട്രീയ ധർമ്മമാണ്. സംസ്ഥാനത്ത് ആരോപിക്കാം. ശ്രീ സിബി സത്യൻ, നിതേഷ് റാണ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ആളാണ്. പക്ഷേ ഇത് വിജയരാഘവൻ നടത്തിയ പ്രസംഗവുമായി നിതേഷ് റാണയുടെ ഈ വിദ്വേഷ പ്രസംഗം അതിനെ ചേർത്ത് വയ്ക്കുന്ന സംസ്ഥാന കോൺഗ്രസിന്റെ ആ തന്ത്രമുണ്ടല്ലോ, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? മഞ്ജുഷ, അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ആദ്യത്തെയായിട്ട് എനിക്ക് ശ്രീമാൻ ഷാബു പ്രസാദ് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് പരാമർശിക്കണമെന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും മുസ്ലിം ഭൂരിപക്ഷം തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളെ പാകിസ്ഥാൻ മുക്ക് എന്ന് വിളിക്കുന്നത് അവിടുത്തെ മറ്റു മതസ്ഥർ ചേർന്ന് കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പേരാണ്. പക്ഷെ കാലാന്തരത്തിൽ ഈ പറഞ്ഞതുപോലെ ചില സ്ഥലങ്ങൾ തിരിച്ചറിയാനും മറ്റുമായിട്ട് ഈ പ്രദേശങ്ങൾ അങ്ങനെ അറിയപ്പെടാൻ തുടങ്ങുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിതീഷ് റാണയുടെ ഈ പ്രസ്താവനയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ ശ്രമം അങ്ങേയറ്റം പരിതാപകരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ആ വിഷയത്തിൽ. ഓക്കെ, ഇനി രണ്ടാമതിലേക്ക് കിടക്കാം. നിതീഷ് റാണെ എന്ന് പറയുന്നത് നാരായൺ റാണയുടെ മകനാണ്. ബാൽ ഠാക്കറെയുടെ അടുത്ത അനുയായിയായിരുന്നു നാരായൺ റാണെ. ഒരു സ്ട്രീറ്റ് സ്മാർട്ട് പൊളിറ്റീഷ്യൻ എന്ന് പറയാവുന്ന, ആ സ്ട്രീറ്റ് സ്മാർട്ടിന്റെ എല്ലാ കുഴപ്പങ്ങളും ഉള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. പക്ഷേ അവിശ്വസനീയമായ വേഗത്തിൽ ശിവസേനയുടെ പടികൾ മുകളിലേക്ക് പോവുകയും അദ്ദേഹം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ 1 വർഷം മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിരിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ബാൽ ഠാക്കറെയുമായിട്ട് ഉടക്കി പാർട്ടി വിട്ട് സാധാരണഗതിയിൽ ശിവസേന വിടുന്ന ആൾക്കാരെ ശിവസേനയ്ക്ക് തെരുവിൽ നേരിടുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷേ അങ്ങനെ തെരുവിൽ നേരിടാൻ കഴിയാത്ത വണ്ണം അത്രയ്ക്ക് ശക്തനായ ഒരു നേതാവായിരുന്നു നാരായൺ റാണെ. കാരണം അദ്ദേഹത്തിന്റെ അനുയായി വൃന്ദത്തിനെ അങ്ങനെ തെരുവിൽ നേരിടാൻ ആരെങ്കിലും വന്നാൽ അതിനെ നേരിടാനുള്ള കരുത്ത് വളരെ കൃത്യമായി ഉണ്ടായതുകൊണ്ട്
ആയതുകൊണ്ട് മാത്രം അദ്ദേഹം വളരെ ശക്തമായി പിടിച്ചു നിന്നു. അദ്ദേഹം കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ചു കാലം കോൺഗ്രസിന്റെ കൂടെ പോയി. അതിനുശേഷം അദ്ദേഹം സ്വന്തം പാർട്ടി ഉണ്ടാക്കുകയും പിന്നീട് ആ പാർട്ടി BJP ലയിപ്പിക്കുകയും ചെയ്തു. കൊങ്കൺ മേഖല, അതായത് ബോംബെയിൽ നിന്നും ബോംബെക്കും നമ്മുടെ കേരളത്തിലേക്ക് പോകുന്ന ആ ഭാഗത്തിനിടയിലുള്ള മൊത്തം കൊങ്കൺ മേഖലയുടെ മുഴുവൻ രാഷ്ട്രീയ എന്താ പറയാ രക്ഷകർത്തൃത്വം അവകാശപ്പെടുന്ന ഒരാളാണ് നാരായൺ റാണെ. നാരായൺ റാണയ്ക്ക് 2 മക്കളാണ്, നിതീഷ് റാണെ, നീലേഷ് റാണെ. ഇവർ രണ്ടുപേരും ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരാൾ ശിവസേന ഷിൻഡെ ടിക്കറ്റിലാണ് മത്സരിച്ചത്. കാരണം മറ്റൊന്നുമല്ല, ശിവസേന ഷിൻഡെക്കായിരുന്നു സീറ്റ് അവിടെ കിട്ടിയത്. അപ്പൊ അവിടെ മറ്റ് സ്ഥാനാർത്ഥികൾ ആരും ജയിക്കില്ല, റാണേമാർ മാത്രമേ ജയിക്കൂ എന്നുള്ളത് കൊണ്ട് നീലേഷ് റാണയെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയാക്കുകയും നിതീഷ് റാണെ BJP ടിക്കറ്റിൽ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. ഇവർക്കും ഇതുപോലെ വയലന്റ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ഉള്ള ആൾക്കാരാണ്. വളരെ അക്രമാസക്തമായി സംസാരിക്കുകയും വളരെ അത്യാവശ്യം ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഒരു സ്ട്രീറ്റ് പൊളിറ്റീഷ്യന്റെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളാണ്. അത് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു കേസ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJP വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു കുറഞ്ഞത് ഒരു 8-9 വർഷമെങ്കിലുമായിട്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പ്രചാരണം തുടങ്ങി വെച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഓരോ സ്ഥലത്ത് ചെന്നിട്ടും ഈ പറഞ്ഞതുപോലെ കേരളത്തിനെ അപകീർത്തിപ്പെടുത്തുക, കേരളം ഭീകരവാദികളുടെ ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, കേരളത്തിൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്, കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകളുണ്ട്, കേരളത്തിൽ കടുത്ത വർഗീയതയുണ്ട്, കേരളം ഏറ്റവും വലിയ ബോംബ് നിർമ്മാണ കേന്ദ്രമാണ് തുടങ്ങിയ ഒരുപാട് പ്രചരണങ്ങൾ കുറെ കാലമായിട്ട് BJP പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ വൻതോതിലുള്ള ഒരു വിഷപ്രചരണം നടത്തുന്നുണ്ട്. ഈ വിഷപ്രചരണം എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെയൊക്കെ ഇത്രയും കാലങ്ങളായിട്ട് പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസും CPM-ഉം ചേർന്നാണ്. കോൺഗ്രസും CPM-ഉം ചേർന്നാണ് BJP-യുടെ ഈ വിഷപ്രചരണത്തെ ഇത്രയും കാലമായിട്ട് ചെറുത്തുകൊണ്ടിരുന്നത്. ആ ചെറുത്തുനിൽപ്പിനെ വളരെ ഭീകരമായിട്ട് തകർത്ത് കളയത്തക്ക രീതിയിലാണ് BJP എന്താണോ പറയുന്നത് അതിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു ലൈനിൽ വരത്തക്ക രീതിയിൽ വിജയരാഘവൻ നടത്തിയ ഒരു പ്രതികരണം. കാരണം വയനാട് പോലൊരു മണ്ഡലത്തിൽ വിജയിക്കുന്നതിന് ഒരു ലീഗ് നേതാവിന്റെ വാക്ക്, അദ്ദേഹം ആരാണെന്ന് ഓർക്കുന്നില്ല ഞാൻ, അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കടമെടുത്താൽ മുസ്ലിം ഭൂരിപക്ഷ ജനത ഒരു ഹിന്ദുവിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതാണ് മതേതരത്വം. അതിനെയാണ് ശരിക്കും ഇവർ വർഗീയത എന്ന് വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കോട്ടയത്ത് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ ഒരു ക്രിസ്ത്യാനി വിജയിച്ചാൽ അത് വർഗീയതയല്ല. ഇപ്പുറത്തെ തെക്കൻ ജില്ലയിൽ എവിടെയെങ്കിലും ഒരു ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി വിജയിച്ചാൽ അത് വർഗീയതയാകുന്നില്ല. പക്ഷേ വയനാട് പോലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ മുസ്ലിങ്ങൾ ഹിന്ദുവായ രാഹുൽ ഗാന്ധിക്കും ഹിന്ദുവായ പ്രിയങ്ക ഗാന്ധിക്കും വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തെ വിജയിപ്പിക്കുമ്പോൾ അത് വർഗീയതയാണ് എന്ന് കാണുന്നത് എന്ത് തരം കാഴ്ചപ്പാടാണ് എന്ന് കൃത്യമായിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതൊന്നാമത്തത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിതീഷ് റാണ ചെയ്തിരിക്കുന്ന ഒരു വലിയ പ്രശ്നം ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ അന്തസ്സത്തെ തകർത്തക്ക രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കാരണം ഒരു രാജ്യത്തിന്റെ ഒരു പ്രത്യേക സംസ്ഥാനത്തെ മുഴുവൻ ജനതയെയും അണ്ടർമൈൻ ചെയ്യുകയാണ്. വളരെ ഡിറോഗേറ്ററി ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണത്. ഒരു ജനത മുഴുവൻ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു രാജ്യത്തിന്റെയോ സ്ഥലത്തിന്റെയോ പേരായിട്ടാണല്ല കരുതേണ്ടത്. പാകിസ്ഥാൻ എന്ന് വിളിക്കുമ്പോൾ അത് ഇന്ത്യ വിരുദ്ധമാണ് എന്നാണ് അതിനർത്ഥം. അതായത് നിങ്ങളുടെ രാജ്യത്തെ ഒരു സംസ്ഥാനം ഇന്ത്യ വിരുദ്ധമാണ്, അവിടെ ഇന്ത്യ വിരുദ്ധരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ അപമാനപരമായിട്ട് മറ്റൊരു സംഗതിയില്ല. അത് അങ്ങേയറ്റം ഡിറോഗേറ്ററിയാണ്. ഒരു സംസ്ഥാനത്തെ, അതിന്റെ മുഴുവൻ ജനതയെ, അതിന്റെ ചരിത്രത്തെ മൊത്തം അപമാനിക്കുന്നതിന് തുല്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് BJP-യുടെ സ്റ്റാൻഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP കാലങ്ങളായിട്ട് പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്ന ഒരു സ്റ്റാൻഡ് ഇത് തന്നെയാണ്. കാരണം ഈവൻ മോഹൻദാസ് സാർ പറഞ്ഞതുപോലെ ഭംഗ്യന്തരേണ അമിത്ഷായും ഭംഗ്യന്തരേണ യോഗിയും ഒക്കെ പറഞ്ഞു വെക്കുന്ന കൃത്യമായ ഒരു നിലപാട് ഇത് തന്നെയാണ്. കാരണം കേരളം ഒരു വർഗീയ പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിൽ. അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ, കാരണം ഇത്രയും മികച്ച ബെഞ്ച് മാർക്കുകളുള്ള, ഇത്രയും എല്ലാ കാര്യത്തിലും നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന കേരളത്തിനെ ഈ രീതിയിൽ അപമാനിക്കാനുള്ള ഒരു ശ്രമം BJP-യുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒരു കാര്യവുമില്ലാതെ വിജയരാഘവനെ പോലെ ഒരു മുതിർന്ന നേതാവ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് BJP-ക്ക് അനുകൂലമായിട്ട് പറഞ്ഞു വന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവമല്ല, യാദൃശ്ചികമായി വന്ന 2 കാര്യങ്ങളാണ്. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം പോലും ഈ വയനാട്ടിലെ വിജയത്തിനെ, കാരണം വയനാട് എന്തായാലും CPM-ന് വിജയിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ പക്ഷെ അതിനെ CPM അതിനെ പ്രത്യേകിച്ച് വ്യാഖ്യാനം നൽകുന്നുണ്ട്. സിബി സത്യൻ, CPM അതിനെ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെയും SDPI-യെയും ആണ് ഉദ്ദേശിച്ചത്. അതായത് ഈ വർഗീയ ചേരി എന്ന് ഉദ്ദേശിച്ചത് അവരെയാണ്, അതല്ലാതെ മുസ്ലിങ്ങളെ ആകമാനമല്ല ഉദ്ദേശിച്ചത് എന്നാണ്. അങ്ങനെ ഒരു വ്യാഖ്യാനമെങ്കിലും CPM നൽകുന്നുണ്ട്. അത് CPM-ന്റെ നിലപാടാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനെയും നിതേഷ് റാണ പറഞ്ഞ ഈ മിനി പാകിസ്ഥാനെയും
പണ്ട് മഹാത്മാഗാന്ധി ഈ മതമൗലികവാദിയാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിച്ച അല്ലെങ്കിൽ ന്യായീകരിക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടിയാണ് CPM. അപ്പൊ നമ്മൾ അവരുടെ ന്യായീകരണത്തെ അത്ര സീരിയസ് ആയി കാണേണ്ടതില്ല ഈ കാര്യത്തിൽ. കാരണം ഒന്നാമത്തെ കേസ്, ഈ വർഗീയവാദികൾ എന്ന് ഇവർ വിളിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി SDPIയും പലവട്ടം CPM-ഉമായിട്ട് കൂട്ടുകൂടിയവരാണ്. കേരള രാഷ്ട്രീയത്തിൽ ആരും അസ്പൃശ്യരായിട്ടില്ല. കാരണം നമുക്കെല്ലാം ഇലക്ഷനിയറിംഗ് എന്ന് പറയുന്ന സംഭവം അറിയാം. നിങ്ങൾ പരസ്യമായിട്ട് എന്ത് പറഞ്ഞാലും അവസാനം വോട്ട് പിടിക്കാൻ ഈ പല നേതാക്കന്മാരുടെയും പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പല ലോക്കൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും വീടുകളിൽ രഹസ്യമായി ചെന്ന് കണ്ട് ആ വോട്ടുറപ്പിക്കുന്നതും രാത്രിയിൽ മതഗ്രന്ഥവുമായി പുറത്തിറങ്ങി അതിനകത്ത് കൈവച്ച് സത്യം ചെയ്യിക്കുന്നതും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് പുതുമയൊന്നുമില്ല. അപ്പൊ അതെല്ലാം ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ഈ പറഞ്ഞ പ്രസ്ഥാനവും. അപ്പൊ അതിന്റെ ഒരു നേതാവ് ഒരു ദിവസം മാറിയിരുന്ന് പെട്ടെന്ന് വിശുദ്ധനാകുന്നതിന്റെ ഉദ്ദേശം വളരെ ഡിഫറന്റ് ആയ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അത് ശ്രീ സേനാപതി വേണു പറഞ്ഞ ഒരു പോയിന്റ് വളരെ പ്രസക്തമാണ്. കാരണം ആറ്റിങ്ങിലും ആലപ്പുഴയും അടക്കം ഈ CPM-ന്റെ ഏറ്റവും വലിയ ഇലക്ഷൻ തന്ത്രങ്ങളിൽ ഒന്ന് എന്ന് എനിക്ക് മനസ്സിലായത്, കാലങ്ങളായിട്ട് മനസ്സിലാകുന്നത്, എന്ത് സംഭവിച്ചാലും കോർ വോട്ടർമാർ വിട്ടുപോകില്ല എന്നുള്ള അമിതമായ ആത്മവിശ്വാസമായിരുന്നു. പ്രത്യേകിച്ചും തെക്കൻ തിരുവിതാംകൂറിലെ ഈഴവ വിഭാഗം അതിശക്തമായി ഒപ്പം നിൽക്കും. അതിന്റെ കൂടെ മുസ്ലിം ഭൂരിപക്ഷത്തെ കൂടെ ആകർഷിച്ചെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാ കാലവും കേരളം ഭരിച്ചു മുന്നോട്ട് പോകാം എന്ന് പറയുന്ന ഒരു തന്ത്രം, വളരെ കൃത്യമായിട്ട് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി CPM-ന്റെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ അതിന് വളരെ ഘടകവിരുദ്ധമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞെട്ടലോടെ CPM വിലയിരുത്തിയത് പാർട്ടിയുടെ കോർ വോട്ടുകൾ വിട്ടുപോകുന്നു എന്നാണ്. അതിനുശേഷം CPM ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, CPM അതിനു മുമ്പ് വരെ നടത്തിയ കുറച്ച് പ്രീണന സ്വഭാവമുള്ള നടപടികളെല്ലാം നിർത്തിവെച്ചിട്ട് അതിശക്തമായിട്ട് ഒരു പ്രത്യേക ന്യൂനപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച കൂടി നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ ഞാൻ പണ്ട് ഒരു പഴയ സംഭവം ഓർക്കുകയാണ്. പണ്ട് സദ്ദാം ഹുസൈൻ അമേരിക്ക തൂക്കിക്കൊന്നപ്പോ ലോകത്ത് ഹർത്താൽ ആചരിച്ച ഒരേ ഒരു രാജ്യം, ഒരേ ഒരു സ്ഥലം കേരളവും, അതിന് നേതൃത്വം നൽകിയത് CPM-ഉം ആയിരുന്നു. അപ്പൊ അത് എന്ന് പറയുന്നത്, അത് മറന്നുകൊണ്ട് നമ്മളൊരു കാരണവശാലും നമ്മളതിനെ മുന്നോട്ട് പോകരുത്. കാരണം അത്രമാത്രം രൂഢമൂലമായിട്ട് ഒരു പ്രീണന സ്വഭാവമുള്ള ഒരുപാട് നടപടികൾ CPM മുൻകാലങ്ങളിൽ എടുത്തിട്ടുണ്ട്. അവിടുന്ന് പെട്ടെന്ന് കോർ വോട്ട് ബാങ്ക് ചോർന്നു പോകുമ്പോൾ ഒരു വളരെ റിവേഴ്സ് ആയിട്ട് അതിന് വളരെ ഘടകവിരുദ്ധമായിട്ട് അങ്ങേയറ്റവും നിന്ന് കളിക്കുന്ന കളി അത്ര നല്ലതല്ല കേരളത്തിന്റെ. കോൺഗ്രസും അതിൽ ചില കളികൾ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ തന്നെ ഇത്തവണ പ്രിയങ്ക വന്നിറങ്ങിയ സമയത്ത്, അല്ല രാഹുൽ വന്നിറങ്ങിയ സമയത്ത്, ഇത്തവണ ആ സമയത്ത് ലീഗിന്റെ കൊടികൾ മറച്ചിരുന്നു. ലീഗിന്റെ കൊടികൾ കാണാനില്ലായിരുന്നു. കാരണം അത് വടക്കേ മുൻകരുതലായിരുന്നു. അതിനകത്ത് വളരെ രസകരമായ ഒരു സംഗതി കൂടിയുണ്ട്. കാരണം രാഹുൽ ഗാന്ധി ആദ്യം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീഗിന്റെ കൊടികൾ വന്നപ്പോൾ ലീഗിന്റെ കൊടികളും കോൺഗ്രസിന്റെ കൊടികളും ഒന്നിച്ചു നിൽക്കുന്ന വീഡിയോകൾ വടക്കേ ഇന്ത്യയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു. അതായത് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ പാകിസ്ഥാൻ അനുകൂലികൾ പാകിസ്ഥാൻ കൊടി ഉയർത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു പോയിന്റ്. കാരണം ലീഗിന്റെ കൊടിക്കും പാകിസ്ഥാന്റെ കൊടിക്കും കുറച്ച് സാമ്യം ഉണ്ടായതുകൊണ്ട്, പച്ച കളറും ചന്ദ്രകലയൊക്കെ ഉണ്ടായതുകൊണ്ട്, അത് പാകിസ്ഥാന്റെ കൊടിയാണ്, പാകിസ്ഥാൻ അനുകൂലികളാണ് രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ ഭയങ്കരമായ ഒരു പ്രചരണം നടന്നു. ആ പ്രചരണത്തിന്റെ ഫലമായിട്ട് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഒരു പാകിസ്ഥാൻ മുന്നണിയുടെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് BJP വളരെ സമർത്ഥമായിട്ട് നടത്തുകയും ചെയ്തു. അതൊരു പരിധി വരെ. കാരണം നമുക്ക് ഓർമ്മയുണ്ടാവും 2019 ഇലക്ഷനിൽ തൊട്ടു മുമ്പ് LOC കടന്നിട്ടുള്ള ഒരു ആക്രമണവും ബാലാക്കോട്ടെ ഒരു അറ്റാക്കും എല്ലാം കൂടി ഒരു മൊത്തത്തിലൊരു തരംഗം ഇന്ത്യയിൽ സൃഷ്ടിച്ച സമയത്താണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പാകിസ്ഥാനൊപ്പമാണ്, പാകിസ്ഥാന്റെ കൊടിയുള്ള ആൾക്കാരാണ് അവിടെ വന്നിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള വ്യാപക പ്രചരണം. കാരണം നമുക്കിത് മുസ്ലിം ലീഗിന്റെ കൊടിയാണ്, പാകിസ്ഥാന്റെ കൊടിയല്ല എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരുപാട് മനുഷ്യന്മാരൊന്നും നോർത്ത് ഇന്ത്യയിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ അത്രയും വിശദമായിട്ട് പരിശോധിച്ച് നോക്കാനും ആരും മെനക്കെടത്തില്ല. ശരിയാണ്, അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്ത തവണ അത് ആവർത്തിക്കരുത് എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു അവരത് ബലൂൺ ആക്കിയത്. അതൊരു കേരള പെർസ്പെക്റ്റീവ് അല്ല, അതൊരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിന്റെ ഭാഗമായിട്ട്. ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത്, ഇപ്പൊ പാകിസ്ഥാൻ മുക്ക് എന്നുള്ള ഒരു സ്ഥലമുണ്ട് എങ്കിൽ പോലും ഇന്ത്യ വിരുദ്ധത എന്നുള്ള കാര്യമാണ് നിതേഷ് റാണെ പറഞ്ഞത്. അതിൽ സംശയമില്ലല്ലോ. കേരളത്തിലുള്ളവരുടെ ഇന്ത്യ വിരുദ്ധത അതാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ആ പ്രസംഗത്തിൽ. മഞ്ജുഷേ ഞാൻ പറഞ്ഞില്ല, ഞാനത് ആ പാകിസ്ഥാൻ മുക്ക് എന്നുള്ള പറഞ്ഞത് നമ്മുടെ കൺമുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യം. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധത എന്നാണ് അതിൻ്റെ മീനിങ് എന്ന്
മീനിങ് ഞാനങ്ങനെ തന്നെയാണ് കാണുന്നത്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇന്ത്യ വിരുദ്ധത എന്ന മീനിങ് ഇവിടെ എല്ലാവരും ആവർത്തിച്ച് പറയുന്നു. പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നത് അപമാനമാണ് എന്ന് പറയുന്നു. ഇതെല്ലാം ഇവിടെ കിടന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, അപ്പോൾ ഇവിടെ ഔദ്യോഗികമായിട്ട് തന്നെ അങ്ങനൊരു നാമമുള്ളത് അപമാനമല്ലേ എന്ന ലളിതമായ ചോദ്യമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഇനി അത് പോട്ടെ, വിട്ടേക്കത്, സംഭവം കഴിഞ്ഞു. ഇനിയും എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഞാനിവിടെ പറഞ്ഞല്ലോ, ഇവിടെ ശ്രീ സിബി സത്യൻ പറഞ്ഞത്, വളരെ കാലങ്ങളായിട്ട് യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ BJP നേതാക്കന്മാർ നോർത്ത് ഇന്ത്യയിൽ കേരളത്തിലെ അപമാനിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഇതേ കോൺഗ്രസ് നേതാക്കന്മാരും ഇതേ കേരളത്തിലുള്ളവരും BJP ഭരിക്കുന്ന നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ഏതെല്ലാം രീതിയിലാണ് ഇവിടെ അപമാനിക്കുന്നതെന്നും വിശേഷിപ്പിക്കുന്നതെന്നും എന്നും കൂടി ഒന്ന് പരാമർശിക്കാനുള്ള ഒരു അവർക്കുണ്ടായില്ലെങ്കിലും കുറഞ്ഞപക്ഷം മഞ്ജുഷെങ്കിലും അത് കാണിക്കണം. ഏതെല്ലാം രീതിയിലാണ് ഇപ്പോഴും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയും BJP നേതാക്കന്മാരെയും ഇവർ വിശേഷിപ്പിക്കുന്നത് എന്നുകൂടിയുണ്ട്. കാര്യം നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയം അത്രമാത്രം കലുഷിതമാണ്, അത്രമാത്രം കലുഷിതമായൊരു രാഷ്ട്രീയമാണുള്ളത്. എന്ത് ചെയ്തും, അതായത് നരേന്ദ്രമോദിയെയും BJPയെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും എങ്ങനെയെല്ലാം അപമാനിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ മൂന്നാമത്തെ പ്രാവശ്യവും തുടർച്ചയായി അധികാരത്തിലെത്തിയതോടുകൂടി ഇവർക്ക് നട്ടഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അത്രമാത്രം ഭ്രാന്തായിപ്പോയി. എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, ഈ ചില എന്താണ്, ഞാൻ പദം ഉപയോഗിക്കുന്നത് ആലങ്കാരികമായിട്ടാണ്, അല്ലാതെ ആരും അപമാനിക്കാൻ ഉദ്ദേശിച്ചല്ല. ഈ പേ പിടിച്ച നായ്ക്കൾ കാണുന്നവരെ മുഴുവൻ ഓടി നടന്ന് കടിക്കുന്നു എന്ന് പറയുന്ന ഭ്രാന്തമായ ഒരവസ്ഥയിലാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷവും, പ്രത്യേകിച്ച് ഈ രാഹുൽ ഗാന്ധിയും എല്ലാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ രാഹുൽ ഗാന്ധി മര്യാദയ്ക്കൊന്ന് ചിരിച്ചിട്ട് എത്ര കാലമായിരുന്നു. ആ മനുഷ്യൻ്റെ ചിരിച്ചാൽ അത്രമാത്രം അസ്വസ്ഥനാണ് ആ മനുഷ്യൻ. കാര്യം ഇതാണ് സംഭവം. പിന്നെ ഈ അപമാനം അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കൽ എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമുള്ളതല്ല, അത് BJPക്ക് തിരിച്ചും പറയാനുള്ള അവകാശമുണ്ട്. ഇനി മറ്റൊന്ന് കാര്യം, ഇനി ഇവിടെ പറഞ്ഞല്ലോ, കേരളം സ്വപ്നഭൂമിയാണ്, കേരളം മതേതരത്വത്തിൻ്റെ പുണ്യഭൂമിയാണ്, കേരളത്തിനെ അപമാനിക്കാൻ പാടില്ല, ഇവിടെ തീവ്രവാദമാണെന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പം പൊക്കിയവർ മുഴുവൻ എവിടെ നിന്നുള്ളവരായിരുന്നു? ഇവിടെ ഇപ്പോൾ ആ തിഹാർ ജയിലിൽ കിടക്കുന്ന ഈ പോപ്പുലർ ഫ്രണ്ടുകാരിൽ 90% ഈ കേരളത്തിൽ നിന്നായിരുന്നു. ഇവിടുന്ന് വന്ന് രായ്ക്ക് രാമാനും സ്പെഷ്യൽ ഫ്ലൈറ്റിലൊക്കെയാണ് ഓരോരുത്തരെ തൂക്കിയെടുത്തുകൊണ്ട് പോയത്. ഇവിടുന്ന് ഈ IS-ൽ ജോയിൻ ചെയ്യാൻ പോയവരിൽ, ഇന്ത്യയിൽ തന്നെ IS-ൽ ജോയിൻ ചെയ്യാൻ പോയവരിൽ വലിയൊരു ശതമാനം കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു. അതുപോലെ ഈ കേരളത്തിനെയും ഈ രാജ്യത്തിനെയും ഇവിടെ ഒരു മതരാജ്യമാക്കാൻ ശ്രമിക്കുന്നു അടുത്ത 20 വർഷം കൊണ്ട് എന്ന് പറഞ്ഞ അച്യുതാനന്ദൻ BJPക്കാരനൊന്നും അല്ല. BJPക്കാരനല്ല അച്യുതാനന്ദൻ. CPM-ൻ്റെ ഇവിടുത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ തീവ്രവാദത്തിൻ്റെ സ്ലീപ്പർ സെല്ലുകളുണ്ട് എന്ന് ഇവിടെ റിപ്പോർട്ട് കൊടുത്തതും ഇവിടെ വാർത്തയാക്കിയതൊക്കെ കേരള പോലീസാണ്. അത്ര വലിയ സംഭവമൊന്നുമല്ല, നമ്മൾ യാഥാർത്ഥ്യങ്ങളുണ്ട് ഇവിടെ. അതുപോലെ ഇവിടെ ഈ രാജ്യത്ത് എവിടെയൊക്കെ തീവ്രവാദി ആക്രമണം ഉണ്ടായപ്പോൾ, പ്രത്യേകിച്ച് ആ 2020 ഡൽഹി കലാപത്തിലൊക്കെ കേരളത്തിൽ നിന്നുള്ള പങ്ക്, കേരളത്തിൽ നിന്നുള്ള ഗൂഢാലോചനയുടെ പങ്കൊക്കെ വളരെ വ്യക്തമായിട്ടൊന്ന് പുറത്തു വന്നതാണ് എവിടെയെല്ലാം. അതുകൊണ്ട് അത് ഒരിടത്തും ആരും മിണ്ടാൻ പാടില്ല, പരാമർശിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. വലിയ അവകാശമൊന്നും ആർക്കുമില്ല. മറ്റ് സംസ്ഥാനങ്ങളെ അപമാനിക്കുമ്പോൾ തിരിച്ചു കിട്ടുന്നു എന്നാണ് ഷാബുവിന്റെ വാദം. അല്ല, അങ്ങനെ ഏത് സംസ്ഥാനത്തെയാണ് ശ്രീ ഷാബു പ്രസാദ് അങ്ങയുടെ നിരീക്ഷണത്തിൽ കോൺഗ്രസ് അങ്ങനെ ഏത് സംസ്ഥാനത്തെയാണ് അങ്ങനെ ഒരു ആക്ഷേപം നടത്തിയിട്ടുള്ളത് എന്നങ്ങ് പറയുന്നത്? മരണത്തിന്റെ വ്യാപാരി എന്ന് നരേന്ദ്രമോദിയെ വിളിച്ചത് ആരാണ്? സേനാപതി വേണു അല്ല, ഒരു വ്യക്തിയല്ലേ സാർ. കേക്ക്, ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെയാണ് വിളിച്ചത്. സംസ്ഥാന മുഖ്യമന്ത്രിയെ വിളിച്ചത്. കേൾക്ക്, ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി, അദ്ദേഹം ഗുജറാത്തിന്റെ തലസ്ഥാന നഗരത്തിൽ നിന്നുകൊണ്ട് അന്ന് പറഞ്ഞത്, ഇവിടെ രാജ്യധർമ്മം പാലിക്കപ്പെട്ടിട്ടില്ല, രാജ്യധർമ്മം പാലിക്കേണ്ടത് ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞില്ല, ഭരണാധികാരിയുടെ ചുമതലയാണ് എന്ന് അദ്ദേഹത്തെ പോലെ ഒരാള്, ഇപ്പൊ വാജ്പേയി ജീവിച്ചിരിപ്പില്ലല്ലോ, പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോഴും മീഡിയകളിൽ ലഭ്യമാണ്. എന്താണ് വാജ്പേയിയെ പോലെ ഒരാള് ഗുജറാത്തിൽ ചെന്ന്
അങ്ങനെ ഒരു പദം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്യം അദ്ദേഹം പറയേണ്ടത്. ഇവിടെ രാജ്യധർമ്മം, ആ ധർമ്മം നടപ്പിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രജകൾ കൊല ചെയ്യപ്പെട്ടു. ആ പ്രജകൾ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത് ആണ് ഷാബു പ്രസാദ് കാരണം, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഇനി അതിന് ആരെങ്കിലും ഉപയോഗിച്ച പദം അതൊക്കെ ഓരോരുത്തരുടെ എന്താ പറഞ്ഞ മനോധർമ്മത്തിന് അനുസരിച്ച് ഉപയോഗിച്ചിട്ടുള്ള പദമായിരിക്കും. പക്ഷെ അവിടെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. 10,000-3000 ആ മനോധർമ്മം എല്ലാവർക്കും ആകാം, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ആ മനോധർമ്മം സോണിയാഗാന്ധിക്ക് മാത്രം അവകാശപ്പെട്ട സാധനമല്ല. 10,000 ആളുകൾ ആ മനോധർമ്മം കോൺഗ്രസുകാർക്കും സോണിയാഗാന്ധിക്കും മാത്രം അവകാശപ്പെട്ടതല്ല. 10,000-3000-ലധികം ആളുകൾ വർഗീയ കലാപത്തിൽ കൊല ചെയ്യപ്പെട്ട് 36,000 കോടിയുടെ വസ്തുവകൾ, അത് ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല, ന്യൂനപക്ഷങ്ങളുടെയും ഭൂരിപക്ഷങ്ങളുടെയും ഒക്കെ കത്തി നശിച്ച് അത്രയും വലിയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ അവിടെ മൗനം പാലിച്ച ഒരു ഭരണാധികാരിക്ക് നേരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞത്, അതിന് ചൂട് പിടിച്ചുകൊണ്ടാണ് അങ്ങ് ഇപ്പൊ പറഞ്ഞ പദം ഉപയോഗിച്ചിട്ടുള്ളത്. അതല്ലാതെ അവിടെ നടന്നിട്ടുള്ള മരണങ്ങൾ അത് ആത്മഹത്യയൊന്നും അല്ലല്ലോ, അത് ഭീകരമായ ഭയാനകമായ വർഗീയ കലാപമാണ്. ആ വർഗീയ കലാപങ്ങളെ തടയുന്നതിന് വേണ്ടി എന്നിട്ട് 10 വർഷം നിങ്ങൾ ഭരിച്ചിട്ട് ഈ നരേന്ദ്രമോദിയുടെ ഒരു രോമത്തെ തൊടാൻ സാധിച്ചോ? 10 കൊല്ലം നിങ്ങൾ ഭരിച്ചല്ലോ. നരേന്ദ്രമോദി 8 മണിക്കൂറോളം CBI ചോദ്യം ചെയ്തല്ലോ. ഒരു പെറ്റി കേസെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചോ? ഒരു പെറ്റി കേസ് അല്ല. ഷാബു പ്രസാദ് ജി 10 കൊല്ലം കഴിഞ്ഞ് 11-ന്റെ കഥ എവിടെ നിൽക്കട്ടെ, 10 വർഷം കഴിഞ്ഞ് 11ാമത്തെ വർഷമായപ്പോ 303-ൽ നിന്ന് ഞങ്ങൾ 240-ൽ എത്തിച്ചു. 5,92,000 ഭൂരിപക്ഷം 1,32,000 ഞങ്ങൾ എത്തിച്ചു. 10 കൊല്ലം നിങ്ങൾ ഭരിച്ചു കഴിഞ്ഞ് 2004 മുതൽ 2014 വരെയുള്ള 10 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? 2004 മുതൽ 2014 വരെയുള്ള നിങ്ങളുടെ 10 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? വോട്ട് ചെയ്ത നിങ്ങൾ ഈ രാജ്യത്തെ പ്രതിപക്ഷം പോലും അല്ലാതായി. വോട്ട് ചെയ്ത ആളുകളിൽ 3.5 ലക്ഷം ആളുകൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിനെതിരായിട്ട് വോട്ട് ചെയ്തു. ഷാബു പ്രസാദ്, അത് ചെറിയ കാര്യമല്ല, അത് ചെറിയ കാര്യമല്ലല്ലോ. 2014 മുതൽ 2014 വരെയുള്ള 10 വർഷം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരുന്നു? സേനാപതി വേണു, എന്തായിരുന്നു? 10 വർഷം തുടർച്ചയായി ഭരിച്ചു കഴിഞ്ഞ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. പറയുന്നു, അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. 10 വർഷം കഴിഞ്ഞ് 10 വർഷം ഭരിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? അല്ല, മോദിക്ക് നരേന്ദ്രമോദി ഇപ്പോഴും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. 10 വർഷം കഴിഞ്ഞ് 10 കൊല്ലം ഭരിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ അവസ്ഥ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷം പോലും അല്ലാതായി. ഈ രാജ്യത്തിന്റെ 10 കൊല്ലം നിങ്ങൾ ഷാബു പ്രസാദ്, എനിക്കൊരു ചെറിയ സംശയം ചോദിക്കാനുണ്ട്. നരേന്ദ്രമോദി 10 വർഷം ഭരിച്ചു കഴിഞ്ഞും 10ാം വർഷം 11ാം വർഷം നരേന്ദ്രമോദി തന്നെയാണ്. ഷാബു പ്രസാദ്, എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ഇത്രയാണ്. അതായത് കേരളത്തിലെ ഒരു മിനി പാകിസ്ഥാൻ, അതായത് കേരളം ദേശവിരുദ്ധരുടെ ഒരു സംസ്ഥാനമാണ് എന്ന് മഹാരാഷ്ട്രയിലെ ഒരു BJP നേതാവ് ആയ ഒരു മന്ത്രി വിശേഷിപ്പിച്ചത് എനിക്ക് ഒരു കേരളീയൻ എന്ന നിലയ്ക്ക് വളരെ അപമാനകരമായ ഒരു സംഗതിയായിട്ടാണ് തോന്നുന്നത്. അപ്പൊ താങ്കൾ അത് പറയുന്നത് ശരിയാണ് എന്നാണ്. അപ്പൊ കേരളത്തിൽ താമസിക്കുന്ന താങ്കൾ ഈ ദേശവിരുദ്ധരുടെ പട്ടികയിൽപ്പെടുന്ന ആളാണ്. കാര്യം ഈ കേരളം എനിക്കും കാര്യം ഈ ഒരുപാട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ അതിന്റെ ഒരു അടിസ്ഥാനം കേരളത്തിലുണ്ട് എന്നുള്ളതിൽ എനിക്കും അപമാനമുണ്ട്. PFIയുടെ കേന്ദ്രം കേരളത്തിലായിരുന്നു എന്ന് അറിയുന്നതിൽ എനിക്കും അപമാനമുണ്ട്. കാരണം കേരളം സംസ്ഥാനമാണ്. തോന്നുന്നത് സിബിക്ക് എങ്ങനെയാണോ അപമാനമായി തോന്നുന്നത് അതുപോലെ അല്ല ഷാബുവിന്. മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. അതെന്താ ഈ അപമാനത്തിന്റെ വ്യത്യാസം എന്താ? മനസ്സിലാവുന്നില്ല. അല്ലല്ല, മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ച് ദേശവിരുദ്ധരായി ചിത്രീകരിച്ചതിനെയാണ് സിബിക്ക് അപമാനമായി തോന്നുന്നത്. പക്ഷേ ഷാബു അങ്ങനെ ഉണ്ട്, അങ്ങനെയുള്ള ഘടകങ്ങൾ ഇവിടെ ഉണ്ട്, അങ്ങനെയുള്ള ഘടകങ്ങൾ ഉണ്ട്. അതാണ് താങ്കളെ വിഷമിപ്പിക്കുന്നത്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നതിൽ എനിക്കുമുണ്ട് അപമാനം. അപ്പോൾ നിതീഷ് റാണെ പറഞ്ഞതിനെ കേരളം വിശേഷിപ്പിക്കപ്പെടുന്നതിൽ എനിക്കും അപമാനമുണ്ട്. അതായത് റാണെ പറഞ്ഞതിനെ ശരിവെക്കുകയാണ് ഷാബു. അല്ല, അത് ശരിയാണല്ലോ. ഞാൻ ഈ പറഞ്ഞത് കേരളത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. PFIയുടെ ആസ്ഥാനം കേരളമായിരുന്നോ?
ആണല്ലോ. അപ്പം അറസ്റ്റ് നിതീഷ് റാണ തിഹാർ പറഞ്ഞത് ജയിലിൽ കിടക്കുന്ന ശരിയാണെന്നാണോ PFI താങ്കൾ തീവ്രവാദികൾ പറയുന്നത്? മുഴുവൻ കേരളത്തിൽ നിന്നാണോ? അപ്പൊ ആണല്ലോ. നിതീഷ് റാണയുടെ ആരോപണം ശരിയാണെന്നാണോ താങ്കൾ പറയുന്നത്? ഞാനതല്ല പറയുന്നത്. അതെയല്ലോ, അങ്ങനെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഞാനതല്ല പറയുന്നത്. കേരളത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? കേരളത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനം കേരളമായിരുന്നു. അവരുടെ സുരക്ഷിത താവളമായിരുന്നു കേരളം. അതുകൊണ്ട് കേരളം പാകിസ്ഥാനെ പോലെയാണ് എന്ന് പറയുന്നത് എങ്ങനെയാ ശരിയാവും? നിതീഷ് റാണയുടെ പ്രസ്താവനയുടെ കാര്യമല്ല പറഞ്ഞത്. അതിനെ മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിതീഷ് റാണയുടെ പ്രസ്താവനയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അല്ല, നിതീഷ് റാണയുടെ പ്രസ്താവന അതിപ്പോ താങ്കൾക്ക് ഈ പറഞ്ഞ പോലെ അതോ താങ്കൾ അത് ഈ പറഞ്ഞ പോലെ ഓരോരുത്തരും ഇപ്പൊ സേനാപതി വേണു പറഞ്ഞ പോലെ ഓരോരുത്തർക്ക് അവരവരുടെ മനോധർമ്മം, ഈ മനോധർമ്മം എന്ന് പറയുന്നത് ഒരാളുടെ കുത്തകയൊന്നുമല്ല. അത് ഓരോരുത്തർ അവരവരുടേതായ രീതിയിൽ ഓരോന്ന് പറയും. അതാണ് സോണിയാഗാന്ധിയുടെ മനോധർമ്മം, ഇയാൾക്ക് രാഹുൽ ഗാന്ധിയുടെ മനോധർമ്മം, സേനാപതി വേണുവിന്റെ മനോധർമ്മം, എനിക്ക് എന്റെ മനോധർമ്മം എല്ലാവർക്കും ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ ഒരു പദപ്രയോഗം നടത്തില്ല. എനിക്കതേ പറയാൻ പറ്റുള്ളൂ. മനോധർമ്മം എന്ന് ഇവിടെ പറഞ്ഞത് ഞാനല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. പക്ഷെ നമ്മുടെ കണ്ണുമുന്നിൽ ഇങ്ങനെയുണ്ട്. മനോധർമ്മം എന്നൊരു വാക്ക് താങ്കൾ പറഞ്ഞു. മനോധർമ്മം ഞാൻ എന്തിനാണ് അങ്ങനെ ഓടി നടന്ന ഇതാക്കേണ്ട കാര്യമില്ലല്ലോ. ആ നാട്ടുകാർ എന്തെല്ലാം പറയുന്നു, ഓരോരുത്തരും പറയുന്നു, അപലപിക്കലെന്നല്ലോ എന്റെ പടി. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഈ മനോധർമ്മം എന്ന വാക്ക് ഉപയോഗിച്ച് സോണിയാഗാന്ധിക്ക് അവരുടെ മനോധർമ്മമാകാമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മനോധർമ്മമാകാമെങ്കിൽ, നിതീഷ് റാണയ്ക്ക് നിതീഷ് റാണയുടെ മനോധർമ്മവും ആകാം. ഇനി മനോധർമ്മത്തിനെയാണ് വിമർശിക്കുന്നതെങ്കിൽ എല്ലാ മനോധർമ്മത്തിനെയും നമ്മൾ വിമർശിക്കും. അദ്ദേഹം തള്ളിപ്പറയുന്നില്ല. ശ്രീ മോഹൻ ബഗീസ്, ബിജെപിക്ക് ഞാനതിനെ പിന്തുണയ്ക്കുന്നില്ല. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. ഒരിക്കലും അങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. പക്ഷേ ഇവിടെ എല്ലാം പറയുമ്പോ എല്ലാം പറയണം. ഈ സെലക്റ്റീവായിട്ടല്ല പറയേണ്ടത്. അത്ര ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അങ്ങനെ പറയില്ല, ഞാൻ അതിനെ പിന്തുണയ്ക്കുന്നുമില്ല. അങ്ങനെ പറയാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേരളത്തിന്റെ BJP നേതൃത്വം ഇതുവരെ ഒരു പ്രസ്താവനയിലൂടെ മഹാരാഷ്ട്രയിലെ നിതീഷ് റാണയുടെ ആ ഒരു പരാമർശത്തെ വിമർശിച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണം നൽകിയതായോ കണ്ടില്ല. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായ ഒരു കാര്യം, ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് അടിസ്ഥാനപരമായ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. കേരളത്തിൽ തീർച്ചയായും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടെ ഓർക്കണം, കേരളത്തിൽ മാത്രമല്ല, നിതീഷ് റാണയുടെ മഹാരാഷ്ട്രയിലും അത് നടക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും നക്സലുകൾ, റാഡിക്കൽ ലെഫ്റ്റ് വിങ് കമ്മ്യൂണിസ്റ്റുകളാണ്. അവിടെയും നടക്കുന്നുണ്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ. അപ്പോൾ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഏക സ്ഥലം കേരളം മാത്രമാണ് എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് വരുന്നുവെങ്കിൽ അതിനർത്ഥമെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയ ഉദ്ഗ്രഥനം ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും അവശേഷിക്കുന്നു. ഇവിടെ മഹാരാഷ്ട്രയിലിരുന്നു കൊണ്ട് മഹാരാഷ്ട്ര ഭരണകൂടത്തിലെ ഒരു അംഗം, അത് മാത്രമല്ല നാരായൺ റാണയുടെ മകൻ കൂടിയായ പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരനായ നിതീഷ് റാണ ഒരു കാര്യം പറയുമ്പോൾ അവിടെ ഒരു ഫെഡറൽ, നേരത്തെ ഇവിടെ സിബി സത്യൻ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ഒരു ഫെഡറൽ വ്യവസ്ഥയ്ക്ക് അത് കോട്ടം തന്നെയാണ്. കാരണം ഇതൊരു പരസ്പര ബഹുമാനത്തിൽ, ഇപ്പോൾ കേരളം ഉത്തർപ്രദേശിനെ കുറിച്ച് മോശമായി സംസാരിച്ചാലും ഗുജറാത്തിൽ നരേന്ദ്രമോദി ഭരണത്തിലിരുന്നപ്പോൾ ഗുജറാത്ത് മോഡൽ എന്നത് നമ്മൾ വിമർശനപരമായി ഗുജറാത്തിനെ ചൂണ്ടിക്കാണിച്ചാലും ഇതൊന്നും തന്നെ നമ്മുടെ ഒരു ഫെഡറൽ കാഴ്ചപ്പാടിന് ചേർന്നതല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു ഫോർമേഷൻ നോക്കൂ. 47 ഇന്ത്യ ഒരുമിച്ച് വന്നപ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ തമിഴ്നാടും കേരളവും എന്ന ഈ രണ്ട് ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങൾ പൂർണ്ണമായും ഒരു സിംഗിൾ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ വരുന്നത്. അശോകൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നില്ല പ്രാചീന തമിഴകമെന്ന് ഓർക്കണം. ചേര, ചോള, പാണ്ഡ്യ രാജ്യങ്ങൾ ഒരിക്കലും എംപറർ അശോകയുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നില്ല. മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നില്ല. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നില്ല. മറാഠ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നില്ല. എന്തിന് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭാഗം പോലും ആയിരുന്നില്ല. അപ്പം നമ്മുടെ ദേശീയ ഉദ്ഗ്രഥനം എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിൽ പല ചിന്താസരണികളായി, പല സാംസ്കാരിക വിഭാഗങ്ങളായി
ഉയർന്നു വന്ന പ്രദേശങ്ങൾ ഒരു രാജ്യമായി രൂപപ്പെടുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയണം. വടക്കേ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് മദ്രാസി എന്ന രീതിയിൽ തമിഴ്നാട്ടുകാരെയും കേരളീയരെയും ഒരു 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 വളരെ ഒരു കൊട്ടത്താപ്പലങ്ങ് വിളിക്കുകയാണ്. മദ്രാസി എന്ന രീതിയിൽ വിളിക്കുന്ന പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. അത് പൂർണ്ണമായി ഈ ഇന്ത്യയുടെ വൈവിധ്യത്തെ, പ്ലൂറാലിറ്റിയെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അത് BJP രാഷ്ട്രീയക്കാർ മാത്രമല്ല, കോൺഗ്രസ് രാഷ്ട്രീയക്കാരും മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഒക്കെ പറയുന്നതാണ്. ഞാനൊരു സംഭവം ഓർത്തു പോവുകയാണ്. ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി ശ്രീ മുലായം സിംഗ് യാദവ് ഇരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം ഹിന്ദിയിൽ, ഇവിടെ കേരളത്തിൽ EK നായനാർ മുഖ്യമന്ത്രിയാണ്, ഒരു കത്തെഴുതി ഹിന്ദിയിലാണ്. അതിന് മറുപടി EK നായനാർ എഴുതിയത് ഇങ്ങനെയാണ്: ഏറ്റവും പ്രിയപ്പെട്ട മുലായം സിംഗ് യാദവ് ജി അറിയുന്നതിന് ഇവിടെ സുഖമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ കത്തെഴുതി വരെ പ്രതിഷേധം അറിയിച്ചു. അതിനകത്തൊക്കെ ഒരു കാൽപ്പനികതയുണ്ട്, അതിനകത്തൊരു സൗന്ദര്യമുണ്ട്. ഒരു കാര്യത്തിൽ പ്രതിഷേധിക്കുമ്പോൾ പോലും പക്ഷേ ഒരു ദേശവിരുദ്ധമായ ഒരു പ്രവർത്തനം നടക്കുന്ന ഒരിടം, പാകിസ്ഥാനെ പോലെ വെറുക്കപ്പെടുന്ന ഒരിടമാണ് കേരളം എന്ന രീതിയിലുള്ള നറേറ്റീവ്, ആ കോണ്ടെക്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കോണ്ടെക്റ്റിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും പ്രകോപനപരമായ ഒരു പ്രസ്താവനയാണത്. തീർച്ചയായും നിതീഷ് റാണെ തിരുത്തി പറയേണ്ടതാണ്. കേരളത്തിലെ BJP നേതൃത്വം തീർച്ചയായും ഇടപെട്ട് അത് ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യവും കൂടി ഇവിടെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: നിതീഷ് റാണയും വിജയരാഘവനും പറഞ്ഞത് ഒരേ കാര്യമോ? ഒരേ കാര്യമാണെന്ന് 85% പ്രേക്ഷകരും. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.